എന്തായാലും PFC കേരളയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങളായി കോവളം FC ടൂർണമെന്റിൽ കളിക്കുന്നു. ഇവിടെ PFCയുടെ ടച്ചോട് കൂടിയാണ് മത്സരത്തിന് തുടക്കമാകുന്നത്. Once again, welcome one and all to this excellent game. PFC Kerala is taking on Kovalam FC in the third game of this season. ഈ സീസണിലെ എലൈറ്റ് കേരള പ്രീമിയർ ലീഗിന്റെ മറ്റൊരു മധുര മനോഹര പോരാട്ടത്തിൽ കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ നിങ്ങളോടൊപ്പം വൺസ് അഗൈൻ. ഈ ഏരിയ കവർ ചെയ്യാനായി സാധിക്കുകയാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ നല്ല ഗോളുകളിലേക്ക് എത്താൻ ടീമുകളെ അത് സഹായിക്കും. കുറച്ചുകൂടി വൈഡ് ഓപ്പൺ ആയി സ്പ്രെഡ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ എല്ലാ പൊസിഷൻസും കവർ ചെയ്യാൻ ഓരോ താരങ്ങൾക്ക് കൃത്യമായി സാധിച്ചാൽ അസിഫിന്റെ ഫ്രീ കിക്ക് നേരെ പെനാൽറ്റി ഏരിയയിലേക്ക് ഡിപ്പ് ചെയ്തിറങ്ങുന്നു. നല്ലൊരു അവസരം, എക്സലന്റ് ചാൻസ് അവിടെ പെനാൽറ്റി ഏരിയയിലാണ്. ദാറ്റ്സ് PFC കേരള ഫോർ യു. PFC കേരളയുടെ രൂപമിന്റെ മധുര മനോഹരമായ ഒരു ഗോളോടുകൂടി ഈ മത്സരത്തിന് അതിന്റെ ഏറ്റവും മികച്ചൊരു മാനം കൈവരുന്നു. മത്സരത്തിന്റെ 18-ാം മിനിറ്റിൽ PFC കേരളയുടെ രൂപം നേടിയ മനോഹരമായ മറ്റൊരു ഗോൾ ഈ ടൂർണമെന്റിൽ എഴുതി ചേർക്കപ്പെടുന്നു. എക്സലന്റ്. ആ ഒരു ഫ്രീ കിക്കിൽ നിന്ന്, ഒരു സെറ്റ് പീസിൽ നിന്ന് വന്ന മനോഹരമായ ഒരു അവസരമാണ്. അവിടെ ഓൾമോസ്റ്റ് ആ ഒരു 0 ഡിഗ്രി ആംഗിളിൽ നിന്നാണ് കോവളം FCക്കെതിരെ അവിടെ രൂപമിന്റെ മനോഹരമായ ഒരു ഗോൾ പിറക്കുന്നത്. ജസ്റ്റ് നമ്പർ 7 രൂപം അവിടെ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റൈൽ സെലിബ്രേഷൻ കൂടി അദ്ദേഹം നടത്തുന്നു. ആൻധ്യതയുണ്ടായിരുന്നു, പക്ഷെ കൃത്യമായി ആ സിറ്റുവേഷൻ ഗോൾ കീപ്പർ ഹാൻഡിൽ ചെയ്യുന്നു. എക്സലന്റ് അറ്റംപ്റ്റ് ആൻഡ് മനോഹരമായി തന്നെ ആ ഒരു അറ്റാക്ക് പൂർത്തിയാക്കാൻ അവിടെ സാധിക്കാതെ പോയി. നല്ലൊരു അവസരമാണ് അവിടെ തുറന്നെടുത്തത് എന്തായാലും PFC കേരളയ്ക്കെതിരെ കോവളം FC. തൊട്ട് കഴിഞ്ഞ നിമിഷം വളരെ മനോഹരമായ ഒരു അവസരമാണ് തുറന്നു വന്ന് നോക്കുക. അവിടെ എത്ര മനോഹരമായ രീതിയിലാണ് ആ ഒരു അറ്റാക്ക് തുറന്നെടുത്തതെന്ന്. ഗോൾ കീപ്പർ അദ്ദേഹത്തിന്റെ പൊസിഷൻ വിട്ട് വളരെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവിടെ PFCയുടെ കയ്യിലാണ് എന്ന് കാണാം. മേ ബി ഒരു 65 വരെ പോയേക്കാം, കാരണം ഒരുപാട് പന്ത് അവിടെ വിൻ ചെയ്യുന്നതും കൂടുതൽ നേരം പന്ത് കയൽവശം വയ്ക്കുന്നതും PFC ആണ് എന്ന് കാണാം. വീണ്ടും ഒരു യെല്ലോ കാർഡ് ശിക്ഷ കൂടി ഏറ്റുവാങ്ങേണ്ടി വരുന്നു അനാവശ്യമായി. ഈ ഒരു സാഹചര്യത്തിൽ തീർത്തും അനാവശ്യമാണ്. നോക്കുക, ഒരു സിറ്റുവേഷനിൽ ആ പന്ത് മുന്നിലേക്ക്. അവസാന 2 മിനിറ്റുകളിലാണ് ഒന്നാം പകുതിയുടെ. രൂപത്തിന്റെ കോർണർ പെനാൽറ്റി ഏരിയയിലേക്ക് നല്ല ഒന്നാന്തരമായി ഡിപ്പിക്കുന്നു. എക്സലന്റ് അറ്റംപ്റ്റ് അവിടെ രഥിന്റെ ഭാഗത്ത് നിന്ന്. ഫെമിൻ മനോഹരമായ ഒരു ക്ലിയറൻസ് അവിടെ, നല്ലൊരു സേവ് അവിടെ നടത്തുന്നു. ടിപ്പ് ചെയ്ത് നേരെ ക്രോസ് ബാറിന് മുകളിലൂടെ ആ പന്ത് വരുന്നു. ഓൾമോസ്റ്റ് ആ ഒരു യെല്ലോ കാർഡ് പുറത്തെടുക്കേണ്ടി വരികയാണ് എന്തായാലും റഫറിക്ക്, മുഖ്യ റഫറിക്ക് ഇന്ന ദിവസം. ഒരു റെഡ് കാർഡ് നമ്മൾ അതിന് മുൻപ് കണ്ടിരുന്നു. ഇതായിരുന്നു ആ ഒരു സിറ്റുവേഷൻ. പന്തുമായി മുന്നിലേക്ക് പോകുന്ന കോവളം FC താരത്തെ കാണാം. അതിനുശേഷമാണ് ആ ഒരു ഫൗള് കമ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് ടാക്ലിംഗ് ഫ്രം ബിഹൈൻഡ് ആണ്. നേരെ ബോൾ തന്നെ കാഴ്ചവെച്ചു. ആൻഡ് ഓഫ് കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്കെതിരെ ഗോകുലം കേരള കണ്ടിന്യൂസ് ആയി ഒരുപാട് നല്ല അറ്റാക്കുകൾ അഴിച്ചുവിട്ടു. പക്ഷേ നല്ലൊരു അവസരം. ആൻഡ് വീണ്ടും PFC കേരള മത്സരത്തിലേക്ക് വീണ്ടും കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 10-ാം നമ്പർ ജേഴ്സി താരമായ PFC കേരളയുടെ മികവുറ്റ സ്ട്രൈക്കർ പീയൂഷ് അദ്ദേഹത്തിന്റെ ഈ മത്സരത്തിലെ, ഈ ടൂർണമെന്റിലെ ആദ്യ ഗോൾ കണ്ടെത്തുകയാണ്. ആൻഡ് പീയൂഷ് രൂപത്തിനൊപ്പം ചേരുന്ന ഒരു കാഴ്ച നോക്കുക. അവിടെ ഡിഫൻസീവ് മിസ്റ്റേക്ക് തന്നെയാണ് ഫസ്റ്റ് ടൈം. അത് ക്ലിയർ ചെയ്യുന്നതിന് പകരം അവിടെ വളരെ അലക്ഷ്യമായി ഡിഫൻസീവ് മിസ്റ്റേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് ആ മിസ്റ്റേക്ക് കൃത്യമായി ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് മനോഹരമായി തന്നെ രൂപത്തിന് ശേഷം പീയൂഷ് ഈ മത്സരത്തിന്റെ 2ാം ഗോൾ കണ്ടെത്തുന്നു. ഇറ്റ്സ് PFC കേരള 2 ആൻഡ് കോവളം FC 0. അവിടെ നല്ലൊരു ബ്രേക്ക് ത്രൂക്കുള്ള ഒരു അവസരം ഉണ്ടാവാൻ സാധ്യത വീണ്ടും കോവളം FCയെ സംബന്ധിച്ചിടത്തോളം. PFC റിക്കവറി വൺസ് അഗൈൻ. റഫറി അദ്ദേഹത്തിന്റെ വാച്ചിലേക്ക് നോക്കുന്നു. ആൻഡ് ഫൈനൽ വിസിൽ വരുന്നു. കോവളം FCയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് അത്ര നല്ല ദിവസമായി വന്ന് ഭവിക്കുന്നില്ല. PFCക്ക് അവരുടെ ചരിത്രപരമായ മറ്റൊരു വിജയം അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നു. PFCക്ക് എതിരില്ലാത്ത 2 ഗോളുകളുടെ മികച്ച വിജയം ഹിയർ അറ്റ് പയ്യനാട് സ്റ്റേഡിയം.